ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ എന്താ പറയുക ഏലഗിരി ഹിൽസിൽ സ്വാമിമല എന്ന് പറഞ്ഞിട്ടൊരു മലയുടെ മുകളിലോട്ട് ട്രക്കിങ്ങിന് വേണ്ടി വന്നേക്കാം. ഞാനും നന്ദുമുണ്ട്. നമ്മുടെ വിശ്വവിഖ്യാതമായ പർവ്വതമലയുടെ ഫെയിലുവറിന് ശേഷം പോകുന്ന ആദ്യത്തെ ട്രക്കിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ ട്രക്കിങ്സ് വരുന്നുണ്ട്, പക്ഷേ ഇതാണ് അതിലോട്ടുള്ളൊരു ചുവടുവയ്പ്പ്. നമ്മളിതിപ്പോൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. കാറ് കാണാമോ? നടപ്പില്ല, ഇല്ല. ആ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കയറി തുടങ്ങി. ഇവിടെ എന്തോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഒരാൾക്ക് 350 റുപ്പീസോ അങ്ങനെ എന്തോ ടിക്കറ്റ് കൗണ്ടറും പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കിനി അത് കാഴ്ചകളിലൊക്കെ കണ്ട് കയറി പോവാം. ഉണ്ട്. ഇതാ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു റോസാപ്പൂത്തോട്ടം. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കയറി പോകുന്ന വഴിക്ക്. ഇപ്പം സമയം ഏകദേശം 11 ചില്ലറ കണ്ടായിരുന്നു. 11 മണിയായി ഇപ്പോൾ സമയം. അപ്പോൾ അതൊക്കെ നമുക്കിനി കണ്ട് കയറി തുടങ്ങി. ഇവിടെയൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റോസാപ്പൂവൊക്കെ കൃഷി ഉണ്ട് തോന്നുന്നു. വീടിന് മുമ്പിലാക്കണം കൃഷിയാണ് തോന്നുന്നു. നമ്മളിത് ഇങ്ങനെ വഴി കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇങ്ങനെ അടച്ചിട്ട വീടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അതിലെ അങ്ങോട്ട് വരെ പോയപ്പോൾ അത് ഡെഡ് എൻഡ് പോലെ തോന്നി. ഞങ്ങൾ ഇതിലേ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ. സോഫ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നണേ. അപ്പോൾ ഇനി വന്നിട്ടുള്ളവരൊക്കെ നേരത്തെ കയറി പോയെന്നറിയാൻ പാടില്ല. ഇതുവഴിയാണ് അവിടെ ഒരു സ്ത്രീ നിന്ന് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടില്ല, അത് വീണ്ടും താഴോട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സ്റ്റെപ്പ് ഇട്ടിട്ട് വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ എത്തുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ സ്വാമിമല ഹിൽസ് ഏലഗിരി കൊടുക്കുക. അത് നേരെ കയറി വന്ന് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്ത്. അവിടെ നേരെ എന്താ പറയുക, നമ്മൾ വരുന്ന ഡയറക്ഷനിൽ ലെഫ്റ്റിലോട്ട് കയറി പോവുക. കുറച്ച് നേരം കയറി വരുമ്പോഴത്തേനും നേരത്തെ കാണിച്ച പോലെ വഴി രണ്ടായിട്ട് റിപ്പീറ്റ് ചെയ്യും. അവിടുന്ന് റൈറ്റ് എടുക്കുക. എന്നിട്ട് അതിലെ കൂടെ കുറച്ച് കയറി കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ഇല്ല വേണം പുരിയും ശരി. ശരി താങ്ക്സ്. അപ്പോൾ നമ്മളിതേപോലെ സ്റ്റെപ്പ് കയറി മേളിൽ വന്ന് ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എത്താറായി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാം, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര എക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തോന്നുന്നുള്ളത്. ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ കാണുന്നുമില്ല. സോ മിക്കവാറും നമുക്ക് സുഖമായിട്ട് തിരക്കൊന്നും ഇല്ലാണ്ട് പോയിട്ട് വരാമെന്ന് തോന്നുന്നു. എവിടെയാണ് ജി പേ എടുക്കാം? ഇല്ല, ശരി. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 350 രൂപയാണ്. ജി പേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് കൗണ്ടറാണ്, ഒരാളിരിപ്പുണ്ട്. 350 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. ഞങ്ങൾ 2 ടിക്കറ്റും എടുത്ത് ഇതാ കയറുന്നു.
ഡിഫറെൻ്റായിട്ട് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റ വഴിയാണെന്ന് പറഞ്ഞ് ഇതിലെ കയറി പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയത്ത് വരാൻ രസമുള്ളൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മഴയത്ത് വരാൻ രസം ഉണ്ടാവും കേട്ടോ. മിക്കവാറും തന്നെ ആയിരിക്കും. നമ്മളെ കുറച്ച് ദൂരം നടന്നു, ഒരു എത്ര ദൂരം നടന്നു കൂടെ, ഏകദേശം 1 കിലോമീറ്റർ ആകും താഴേന്ന് കയറി തുടങ്ങിയിട്ട്. 900 മീറ്റർ എന്നാണ് വാച്ചിനകത്ത് കാണിക്കുന്നത്. ഇത്രയും ദൂരം നടന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ കാണിച്ചോളത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, കല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നന്ദു എങ്ങനെയുണ്ടാ? ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ വന്ന വഴി. നമ്മളിങ്ങനെ പോയി ഇങ്ങനത്തെ സ്റ്റെപ്പുണ്ട് ഇവിടെ, അത് കയറി പോകാനാണ് പോണത്. ഇതേപോലെ ഇടുങ്ങിയ വഴികളാണുള്ള. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്ദമോൻ കയറി വരുന്നു. പുള്ളി എന്താ പറയുക, ഈ ചെടിക്ക് എന്താ പറയുക, കൊങ്ങിണി, ഈ നാറ്റുള്ളപ്പോൾ സാധനം. ഇതാണ് ഇവിടെ മുഴുവൻ. ഇതിൻ്റെ മറ്റേ കമ്പിൽ കരയായിരിക്കും, ചെറിയ മുള്ളുണ്ട്. ഇത് മേത്തൊക്കെ കയറി ഉടയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മുറിയും. സോ അതിനെ തൊടാതെ സൂക്ഷിച്ചൊക്കെ നടന്ന് കയറി വരിക. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ വെയിലൊന്നുമില്ല. പുറത്ത് വെയിലുണ്ട്, ബട്ട് ഇതിനകത്തോട് നടക്കുമ്പോൾ വലുതായിട്ട് വെയിലൊന്നും അറിയാനുള്ള. ഇത്തവണ നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ 3 പുതിയ സാധനം എന്താ പറയുക, ഒന്ന് ഉപയോഗിച്ച് നോക്കാനൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാം ഡെക്കാത്തലോൺ പ്രൊഡക്റ്റാണ്. ഒന്ന് ദേ പുറത്ത് കിടക്കുന്ന ബാക്ക് പാക്ക്, എന്തോ ഒരു 500. അതിൻ്റെ MRP കിടക്കുന്ന എത്ര 14,000 സംതിങ് കണ്ടാണ്. ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞൊരു 6,999 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നൈയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഡെക്കാത്തലോണിൻ്റെ ആപ്പിനകത്ത് സ്റ്റോറിനകത്ത് നിന്നിട്ട് ഡെക്കാത്തലോണിൻ്റെ ആപ്പ് വഴി ചെയ്തപ്പോൾ ഒരു 400 റുപ്പീസ് ഓഫും കിട്ടി. അപ്പോൾ 6599 ഈ സാധനം കൈ കിട്ടി. 50+10 ആണ്. അവരുടെ വെബ്സൈറ്റിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രൊമോ കോഡ് താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അത്യാവശ്യം ഡ്യൂറബിൾ. ഇതിൻ്റെ ഈ സ്ട്രാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഈ ഹൈക്കിംഗ് പോള് ഇത്. അപ്പോൾ ഇത് എന്തൊരു 500, 4 ക്ലാസ് 500 എന്ന് പറഞ്ഞ സാധനം. ഈ ബാഗും 4 ക്ലാസിൻ്റെ തന്നെയാണ്. അതേപോലെ അതിനകത്ത് ഒരു 2 ലിറ്ററിൻ്റെ ഹൈഡ്രേഷൻ ബാഗും ഉണ്ട്. അതിൻ്റെ വള്ളിയാണിത് ഈ കിടക്കുന്നത്. അപ്പോൾ വെള്ളം കുടിച്ച് കയറും അങ്ങനെ. അപ്പോൾ ഈ 3 സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എടുത്തോളുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇനി കുറച്ച് ട്രക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാമോ, എങ്ങനെയുണ്ടെന്നൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട്. അതോ ഇതേപോലെ കുഞ്ഞു ട്രക്കിനല്ലാതെ വലിയ ട്രക്കിനൊക്കെ പോകുമ്പോഴത്തേനും ഇതിന് ഉപയോഗിക്കാൻ കൊള്ളാമോ എന്നൊക്കെ അറിയാൻ വേണ്ടി എടുത്തോണ്ട് എനിക്കെൻ്റെ ഡ്രോണൊക്കെ കൊണ്ടുവരണം. അതേപോലെ ഗിംബൽ സാധനങ്ങൾ, പിന്നെ ഈ പറഞ്ഞാൽ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. സോ അത്യാവശ്യം ബേസിക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് നടക്കാൻ ഇതെങ്ങനെ ഉണ്ട്. സോഫാർ ഈ ബാഗ് കൊള്ളാം. ഫ്രെയിമുണ്ട് ഇതിന്, അലുമിനിയം ഫ്രെയിം എങ്ങാണ്ടുണ്ട്. അപ്പോൾ നല്ലോണം ബോഡിയിൽ ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. മറ്റേ ബാഗ് പോലെ ഇങ്ങനെ ആടി കളിക്കുന്നൊന്നുമില്ല. സോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളാമെങ്കിൽ ഇനി വരുന്ന ട്രക്കിനും നമുക്കിതൊക്കെ തന്നെ ഉപയോഗിക്കാം. വഴി നല്ല രസമുണ്ട് കേട്ടോ.
ഇതുവരെ കയറിയപ്പോൾ കുറച്ച് ക്ഷീണിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 1.5 കിലോമീറ്ററിൽ 1:300. ഇവിടെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി പതുക്കെ മേളിലോട്ട് കയറാം. നമ്മൾ 1.5 കിലോമീറ്ററോളം ഏകദേശം കഴിഞ്ഞു. വഴിയിൽ കൺഫ്യൂഷനൊന്നുമില്ല കേട്ടോ, ഒറ്റ വഴി തന്നെ ഉള്ളൂ. ആ സ്റ്റെപ്പുള്ള വഴി തീരുന്നിടത്ത് അല്ലാത്ത ചെറിയ കല്ലും കൊണ്ടുള്ള പക്ഷേ ഒരു വഴിയുണ്ട്. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം സ്റ്റെപ്പുള്ളിടത്തൊക്കെ ഇതേപോലത്തെ സ്റ്റെപ്പുകളാണ്. ഭീകര കയറ്റം പരിപാടിയൊന്നുമില്ല. നേരത്തെ കാണിച്ച പോലത്തെ ചെറിയ കാടൊക്കെ ഉണ്ട്. ഇവിടെ മരങ്ങളൊക്കെ വലിയ മരങ്ങളൊക്കെ ഒടിഞ്ഞിടപ്പുണ്ട്. ആൽമരം. മലയാളികളാരും ഇവിടെ വന്നിട്ടില്ല എന്ന് സംശയമുണ്ട് കേട്ടോ. ഇതുവരെ മലയാളത്തിൽ ഇതിൻ്റെ വ്ളോഗുകളും അധികം ഡീറ്റെയിൽസൊന്നും കണ്ടില്ല. നോക്കിയപ്പോൾ എല്ലാം കേരളം, തമിഴ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കണ്ട. മേളിൽ ഇങ്ങനെ അമ്പലമാണുള്ള, എത്താറൊന്നായി തോന്നുള്ള ദൂരമുണ്ട്. ബട്ട് ഇതേ മൊത്തം ഇതേപോലത്തെ വഴികളാണ്. എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടതിൻ്റെ അതിനായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നടന്ന് കയറി പോരുകയാണെങ്കിൽ കയറി ഇറങ്ങി പോരാ. ചിലപ്പോൾ ഇത്തിരി സ്പീഡ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് വന്നിരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ഒന്നിരുന്നത്. ഞങ്ങൾ ഇത്തിരി പെട്ടെന്ന് കയറി വന്നു, അപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ ഒന്നിരുന്നു. അങ്ങനെ പിന്നെ എന്നെപ്പോലത്തെ മടിയുള്ള മനുഷ്യന്മാർക്ക് മേടിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഹൈഡ്രേഷൻ ബാഗ് പോലെയുള്ള സാധനമൊക്കെ. ആ സാധനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇടയ്ക്ക് നിന്ന് ബാഗ് ഊരിയിട്ട് ഇത് ചെയ്യുന്നു വേണ്ട, കുപ്പി എടുത്ത് വെള്ളം കുടിക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ആ ട്യൂബ് എടുത്ത് വെളിയിലോട്ടിട്ട ജസ്റ്റ് ഓണാക്കുക, നോസിലെടുത്ത് വായിക്കാത്തൊരു പിടിക്കുക, വലിച്ചു പിടിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടി, സമയലാഭം. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം അകത്തോട്ട് ചെല്ലുള്ളൂ. കുപ്പിയൊക്കെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മടുപെടാന്ന് കുടിച്ച് കളയും. അപ്പോൾ ഓവർ ഹൈഡ്രേറ്റഡ് ആവേണ്ടതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള വെള്ളം അത്രയും അകത്തോട്ട് കിട്ടുകയും ചെയ്യും. അതാണ് എൻ്റെ ഗുണം. പിന്നെ ഞാൻ മേടിച്ച 2 ലിറ്ററാണ്. 3 ലിറ്ററിൻ്റെ ഉണ്ട് ഇടയ്ക്കത്തിനുള്ളതാണ്. അത് പക്ഷേ എനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുന്നു. പിന്നെ അത്രയും വെള്ളം ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്ന അവസരങ്ങൾ കുറവാണ്. സോ 2 ലിറ്റർ ഓപ്റ്റ് ചെയ്തു. നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ അങ്ങനെ നടക്കും. പിന്നെ അതിനകത്തുള്ള എയർ ഫുള്ളങ്ങ് സക്ഷൻ ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ കിടന്ന് ഗുളു ഒച്ച ആയിരിക്കത്തില്ല. അതവിടെ ഇറങ്ങിയിരുന്ന് ഇരുന്നോളും. അങ്ങനെ എത്ര ദൂരമായി? 2 കിലോമീറ്റർ ആവും. ഓൾമോസ്റ്റ് 1.8 കിലോമീറ്റർ. നമ്മൾ രാവിലെ കഴിച്ചിട്ടാണ് കയറി തുടങ്ങിയത്. ഏലഗിരിയിൽ
എത്തുന്നതിന് മുന്നേ വഴി സൈഡിലൊരു ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഏലഗിരി എത്തുന്നതിന് മുന്നേ അലങ്കാരം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അലങ്കാരം എത്തുന്നതിന് മുന്നേ ATV എടുത്ത് വ്യൂ എടുത്ത് വേണം. പക്ഷേ അലങ്കാരം ഒരു എത്താനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ATVയിൽ കയറി കഴിച്ചു. ഇതൊരു വലിയ പ്ലാവ്, എന്തൊരു സൈസിന്. കുറേ കുഞ്ഞു കുഞ്ഞു ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ, മേളിലോട്ട് അധികമില്ല. ഇത്രയേ ഉള്ളൂ. നല്ല കാട്ടുപ്ലാവ് പോലത്തെ സാധനമൊക്കെ ആയിരിക്കും. കുറേ കുഞ്ഞു കുഞ്ഞു ചക്ക കാണാനുണ്ട്. ഭയങ്കര വലിപ്പം കേട്ടോ. വലിപ്പം എങ്ങനെ കാണിച്ചു തരാം. വേണ്ട, ഈ വടിനേക്കാളും വീതിയുണ്ട് അങ്ങോട്ട്. വളരെ വലിയൊരു മരം. നന്ദുമോനെ കാണുന്നില്ല. നന്ദുമോൻ റെസ്റ്റ് എടുക്കാൻ നിന്നോ? നമുക്ക് പതുക്കെ കയറി പോവാം. നന്ദുമോൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 മിനിറ്റ് ഇരുന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ആസ് യൂഷ്വൽ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം എത്ര കിലോമീറ്ററാണ്? 190 സംതിങ്ങോ അത്രയും കണ്ടാണ് കാണിച്ചത് തോന്നുന്നു. സോ നേരെ ഗൂഗിൾ മാപ്പ് ഇടുക. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എന്താ പറയുക, ഈ സ്വാമിമല കൊടുക്കുക. ചെന്നൈയിൽ നിന്ന് സ്വാമിമലയിൽ നിന്ന് ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അവിടെ അടുത്തൊരു 30 കിലോമീറ്ററിലും കണ്ടൊരു സ്വാമിമലയുണ്ട്. അങ്ങോട്ടുള്ള വഴിയാണ്. ഇപ്പോൾ 1 കിലോമീറ്റർ 1 മണിക്കൂർ. സ്വാമിമല ഏലഗിരിയിൽ നിന്ന് എടുത്താൽ ഇങ്ങോട്ട് കയറുന്ന വഴിയുടെ അതുവരെ അതിന് കുറച്ച് മുമ്പിലോട്ട് പോകും. അത്രയും വേണ്ട, അതിന് കുറച്ച് ബാക്കിലായിട്ട് നിർത്താൻ പറ്റും. എന്താ പറയുക, ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴിയാണ് ടാറിടാത്ത. അതിൻ്റെ താഴെ വണ്ടി വർക്ക് ചെയ്തിട്ട് കയറി വരും. ഞങ്ങളവിടെ വണ്ടി ഇട്ടാൽ പക്ഷെ അത്രയും കാറ് കയറ്റി വരികയെ കഷ്ടിച്ച് കയറി വരും. സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ അടിയിൽ പാറയിൽ തട്ടും. അങ്ങനത്തെ ഒരു വഴിയാണ്. അപ്പോൾ അവിടെ നിർത്തുക, അവിടെ നിർത്തിയിട്ട് കയറി വരിക, ടിക്കറ്റ് എടുക്കുക. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കണ്ടുവന്ന പോലെ അങ്ങനെയാണ് കയറി വരാൻ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, സുന്ദരമായിട്ട് കയറി വരാം. നല്ല കാറ്റൊക്കെ ഉണ്ട്, വെയിലും കുറവാണ്. നമ്മൾ കയറിയതേ അവിടെ എന്തോ ഒരു പാറയിലൊരു ഇല്ലെന്നാണോ പാറയുടെ മുകളിലൊരു അമ്പലമുണ്ട്. ഇനിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു 1700 മീറ്റർ ഒന്നും കണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല. അത് ഇത്ര പെട്ടെന്ന് കയറി എത്തിയോ? നോക്കാം. ഒരു പാറയുടെ അകത്തൊരമ്പലമുണ്ട്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെത്തിയതാണ് കേട്ടോ. വലിയൊരു പാറയുടെ ചുവട്ടിൽ ഇവിടെ ഒരു വാതിൽ, ഇവിടെ ഒരു വാതിൽ, ഇവിടെ കുറേ കൊള്ളാം. ഇതാണെന്നാണ് തോന്നുന്നത്. നമ്മളെത്തി മേളിൽ. വേണേ വെള്ളോട്ട് അറിയിക്കുന്നത് സൈഡിൽ കൂടെ വഴിയുണ്ട്, നോക്കാം. നമ്മളിതേ ഇതിലെ കൂടെ വന്ന് കയറി ഇങ്ങനെ കയറി. ഇതാണ് ഇവിടുത്തെ വ്യൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു മനുഷ്യനുമില്ല. ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് ആകെ ഒരു 2-3 നേരം കണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. വേറെ ആരും ഇവിടെ കണ്ടില്ല. ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ വന്നിട്ട് മിക്കവാറും പൂജ കഴിഞ്ഞിട്ട് പോയവർ വെച്ചിട്ട് പോയതായിരിക്കും. ഇതൊരു കേവ് ടെമ്പിൾ പോലത്തെ സാധനമാണ്. ഒരു പാറയുടെ അടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകം. എടാ ഇതിനകത്ത് കയറാം കേട്ടോ നന്ദു, ഇതിൻ്റെ അകത്ത് കയറാൻ വേണമെങ്കിൽ. ഒന്നുമില്ല, ഇത് കാട്ടിലോട്ട് ഇറങ്ങി പോകുന്നത് വഴി.
ഒരു ഗുഹ ജസ്റ്റ് തല മുട്ടില്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ ഹൈറ്റുണ്ട്. ഇവിടെ ഒരു കോൺക്രീറ്റ് തിട്ട പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറ സൈഡ് പിന്നെയുള്ളൊരു ഡോർ നമ്മൾ നേരത്തെ കണ്ടത് അടച്ചിട്ടേക്കുക. ഇത്രയേ ഉള്ളൂ ഇവിടെ. നല്ല രസമുണ്ട്. ഒരു പെട്ടെന്ന് നടന്നു കയറിയ ഒരു മണിക്കൂറിൽ എത്തി തൊഴാൻ പറ്റുന്ന സ്ഥലം. ഞങ്ങൾ വളരെ പതുക്കെ സാസാമാട്ടിൽ കയറി വന്ന് കുറച്ച് ഡ്രോണിനെയൊക്കെ പറപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ നിന്ന് തിരിച്ചു പോകാം. നമ്മളിതേ മേളിലെത്തി കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ടോ. ഇവിടെ നിന്ന് 1-2 ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തു. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇതൊരു സിമ്പിൾ ട്രക്ക്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ അവിടെ ഇരിക്കാതെ വന്നിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങെത്തും. 2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതേ കണ്ടോ, ആ പാറയുടെ മുകളിൽ ഒരു ഏണി വെച്ചിട്ട് കയറാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഒന്നുമില്ലെന്നാണ്, ചുമ്മാ കുറേ കമ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കിയിട്ട് വരാം എന്തുവാണ് സെറ്റപ്പ്. അതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ട് പറ്റില്ല. ഒന്നാമത് കയ്യിൽ ഇതും പിടിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലൊന്നുമില്ല, ചുമ്മാ അതേ ഒരു കമ്പി ഇട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ ആ ഏണി വലിയ ഉറപ്പുള്ളതൊന്നുമില്ല. എങ്ങാനും വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. താഴെ വീണ് കഴിഞ്ഞാൽ അതെന്തിന്. ഇവിടെ ചെറിയ മുറി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നതാണെന്ന് തോന്നണ്ട. അത് താഴോട്ട് പോയാലോടാ, അങ്ങോട്ട് പോ. ഞങ്ങളിനി മറ്റേ വഴി കൂടെ ഒന്ന് പോയിട്ട് വരാം. അത് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മൾ താഴോട്ടുള്ള വഴി കൂടി ഇങ്ങനെ ഇറങ്ങി പോയിക്കുക. താഴോട്ടാണോ മേളിലോട്ടാണോ നോക്കാം. പോട്ടെ എന്ത് പറ്റി ഉടക്കിയ. ഇവിടെ ഫുൾ ആ മുള്ളാണ്, എല്ലായിടത്തും ഉടക്കുന്നുണ്ട്. ആ അത് പിടിക്കും, എല്ലാം കൊളുത്ത് പോലെ ഇരിക്കുന്ന മുള്ളാണ്. എന്താണ് സെറ്റപ്പ്. ഇതിൻ്റെ മുമ്പിലോട്ടൊക്കെ കാടാണ്, പക്ഷെ വഴിയുണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് പോയൊക്കെ എന്താണ് സെറ്റപ്പ്. വന്നവിടെ കുഴപ്പമില്ല. ആ മേളിൽ നിന്ന് കാണുമ്പോഴുള്ള ഭീകരതയേ ഉള്ളൂ. ഇത് ഇറങ്ങി പോകാനുള്ള വേറെ വല്ല വഴിയാണോ? കയറി മേളിലോട്ട് പോകും. എടാ ഇത് മേളിലോട്ടാണ് കേട്ടോ, ആണെന്ന് തോന്നുന്നു. അതെ, നമ്മളെന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു. തീർന്നു പോയോ? അല്ല, ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നകത്തോട്ട്
കുഴപ്പമില്ല പോരാ. അവിടെ ആ വളമുള്ളതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത്ര ആ മരത്തിൻ്റെ അവിടെ ഒരു വളമുള്ളതുകൊണ്ട് കയറാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ സ്ഥലമുണ്ട്. ഏതാ? അല്ലല്ല, അത് മുള്ളില്ലാത്ത ഏരിയ. ധൈര്യമായിട്ട് പോരാ. അടിപൊളിയായിരിക്കും. ആ നല്ലൊരു സ്ഥലം. ഇത് നോക്കിയേ, താഴോട്ട് നല്ല വ്യൂ ഉണ്ട്. ഒക്കെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇത്ര വ്യൂ കിട്ടില്ല. വേണമെങ്കിൽ ഈ പാറകല്ലിൽ കൂടെ ഒക്കെ ചാടി മേളിൽ കയറി പോവാം. ആൾക്കാർ വരുന്ന സ്ഥലമാണ്. കുറച്ച് മുമ്പിലോട്ട് പോയി നോക്കാം എന്താണെന്ന്. ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ടോ പോകുന്നുണ്ട്. നമ്മൾ ഇറങ്ങി താഴെ എത്തില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. താഴോട്ടുള്ള വഴിയല്ലാണോ? എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി നോക്കാം. കാടിൻ്റെ ഭീകരത കൂടി വരുന്നുണ്ട്. ഐ മീൻ കാടല്ല, ഈ കുറ്റിച്ചെടി. ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ടിട്ട് തിരിച്ചിറങ്ങിപ്പോകാനുള്ളൊരു വഴി പോലെ തോന്നുന്നു, ബട്ട് ഉറപ്പില്ല. വേണ്ട, ഈ പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. പക്ഷേ ഇത് താഴോട്ടാണോ പോകുന്നതെന്നറിയില്ല. കാരണം നമുക്കൊരു കയറി വന്ന വഴിയും ഒരു ഇറങ്ങി വന്ന സ്ഥലം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വെറുതെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ചാടി ഇങ്ങനൊരു വിശാലമായ പാർപ്പുറത്തെത്തി. ഇവിടെ ആട് പോകുന്ന വഴിയാണ്. ഇപ്പോൾ മുഴുവൻ ആട്ടിൻ കാഷ്ടം. അവിടെ 2 ആട്. ഇതെങ്ങനെ വന്ന് മനുഷ്യൻ ആക്രമിക്കും? ഇല്ലായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ആടടാ, ആട്ടിൻ കാഷ്ടമൊക്കെ ആടൊക്കെ നിൽക്കുന്നു. ഈ മലയിൽ താമസിക്കുന്ന ആടാണോ എന്തോ? കണ്ടിട്ട് കറുത്ത ആട് പോലെ ഇരിക്കുന്നു. അവിടെ 2 അതേപോലെയൊക്കെ ഇരിപ്പുണ്ട്. ഇതേ തിരിച്ച് നമ്മളെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോകുന്നു. ആ അതെ. ഇനി ഇതെങ്ങാനും ഇവിടെ കയറി വന്ന് ഇവിടെ താമസമായതാണോ? ഇവിടെ മുഴുവൻ ആട്ടും കാഷ്ടം. അല്ലല്ല. അടിപൊളി. അത് കുഴപ്പമില്ല. ഇച്ചിരി കൂടെ താഴോട്ട് പോയി നോക്കാം. എന്നിട്ട് ഇതിനൊരു അവസാനം ഇല്ലെങ്കിൽ തിരിച്ച് കയറിപ്പോവാം. എന്നിട്ട് അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവാം. അല്ലടാ, ഇതുവരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് പാറയുടെ അറ്റം കണ്ടോ? ആഹാ, ഇതേതോ മനുഷ്യനെ കാണാത്ത ആടൊക്കെയാ. കുറേ ഉണ്ട്. ഒച്ച ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. അതിനകത്ത് കുറേ ആടുണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. ഇങ്ങോട്ടാ കാട്ടാട് പോലത്തെ അല്ലേ? മീൻസ് എല്ലാ കറുത്ത കളറിലിരിക്കുന്നു. ഒന്നിൻ്റെ കഴുത്തിലടയാളോ അങ്ങനത്തെ സംഭവമാണ്. കേട്ടോ, കുറേ ഉണ്ട് അവിടെ. കണ്ടോ കുറേ ആട്. അത് അതിൽ കൂടെ കയറി അങ്ങ് പോവുക. ആ കാട്ടിനകത്തോട്ട് കയറി പോവുക. ഞങ്ങളിത് ഇതിൻ്റെ അറ്റത്തൂടെ കയറി എനിക്ക് തോന്നുന്നത് ആടുണ്ടാക്കിയ വഴിയാണെന്ന് തോന്നണം. കുറേ ആടുണ്ട്. ഒരു 7 ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൽ പുറത്തുണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങളത് അങ്ങനെ ഈ പാറപ്പുറത്തൊക്കെ കയറി. ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. പക്ഷേ നല്ല ആട്ടിൻ കാഷ്ടത്തിൻ്റെ നാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥലം ഇത് ഇത്രേ ഉള്ളൂ വഴി. വേണമെങ്കിൽ ഇവിടെ നിന്ന് ചവിട്ടി തൂക്കിയൊക്കെ താഴെ ഇറങ്ങാം.
പക്ഷേ അത് ഭയങ്കര അഡ്വഞ്ചറായി പോകും, വേണമെന്ന് തോന്നുന്നില്ല. ഇതിൽ കൂടെ താഴോട്ടിറങ്ങിയിട്ട് ഇവിടെ ഫുള്ള് കാടാം. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. വണ്ടി അവിടെ നല്ല വെയിലുണ്ട്. ഇതല്ല, ഈ വഴി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് കയറിയിട്ട് അപ്പുറത്തോട്ട് തന്നെ അങ്ങ് ഇറങ്ങും. നമ്മൾ കയറി വന്ന വഴി കൂടെ. ഇതെന്തായാലും ഇറങ്ങിപ്പോകുന്ന വഴിയൊന്നുമല്ല. ഇറങ്ങിപ്പോയി ചിലപ്പോൾ എത്തുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞോടെ. പക്ഷെ അറിയാൻ വയ്യ. ഇതാണ് നമ്മൾ ആടുകൾ മാത്രം താമസിക്കുന്ന പാറ. ഇവിടെ മൊത്തം ആട്ടും കഷ്ടം. ഈ കളറൊക്കെ ഇതാണ് ഇതിൻ്റെ മൂത്രത്തിൻ്റെ ഒക്കെ നാളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കിടക്കും, ഇങ്ങനെ പോയല്ലേ കൂടെ പോയി. ഞങ്ങൾ വന്നപ്പോൾ അവിടെ വന്ന് 2 എത്തി വയ്ക്കൊണ്ടിരുന്നത്. 2 എന്ന് വിചാരിച്ച് 5 ഉണ്ടായിരുന്നു, പിന്നെ പോയി വന്നപ്പോൾ. പക്ഷേ നല്ല സൂപ്പർ സ്ഥലം. എൻ്റെ കാടൊക്കെ എന്തിനും കളറാണ്. നമുക്കൊക്കെ ഇതൊക്കെ തിരിച്ചു പോകാൻ തോന്നും. പോടാ, ഇനി വന്ന വഴി തിരിച്ചു പോകണം. ഇതിലല്ല വന്ന് ഇപ്പുറത്ത് വിടണം. ഇവിടെ വരുന്നവർ ഇങ്ങോട്ടും കൂടെ ഇറങ്ങിപ്പോയിക്കോ, വലിയ നഷ്ടമൊന്നുമില്ല. അവിടെ നിന്ന് ഇച്ചിരി ദൂരം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം നമ്മൾ ഈ സ്ഥലത്തെത്തും. ശരിയാണ്, ഈ വഴിയൊക്കെ ആടുകൾ മാത്രം ഉണ്ടാക്കിയ വഴിയായിരിക്കും മിക്ക. ഈ മരം ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ തിരിഞ്ഞ് കയറി വന്ന ജംഗ്ഷൻ. നമ്മൾ വന്ന ജംഗ്ഷൻ ഇതാണ്. ഇവിടെ വഴി വരുമ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ കൺഫ്യൂഷൻ വരും, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന്. നമ്മൾ തിരിച്ച് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. നല്ല കാറ്റ്. നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി. ഇപ്പോൾ നമ്മളൊരു അടുത്തൊരു 1 മണിക്കൂറിലൊക്കെ താഴെ എത്തുമായിരിക്കും. ഇപ്പോൾ സമയം 1:20. നമ്മൾ കുറേ നേരം മുകളിൽ നിന്ന്, ഏകദേശം 1.5 മണിക്കൂർ മുകളിൽ നിന്ന്. അല്ലടാ, നമ്മൾ 12 മണിയായപ്പം മുകളിലെത്തിയതാണ്. ഞാൻ പതുക്കെ വളരെ സമാധാനത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയോ. ഏതാ മേളിലെത്താൻ? ശരിയാ, 1 മണിക്കൂർ എടുത്തില്ലേ? 1 മണിക്കൂർ എടുത്തു ഇല്ലേ? ശരിയായിരിക്കും. കറക്റ്റാ. അപ്പോൾ ശരിയാ, മേളിലോട്ടത്ത് 1 മണിക്കൂർ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൽ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ഈ ട്രക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് ട്രക്കിങ്. ഞങ്ങളിപ്പോൾ കയറിയപ്പം ശരിയാണ്, ഞാൻ ഇടയ്ക്ക് 1.5 മണിക്കൂർ അങ്ങാണ്ട് എടുത്ത് പറഞ്ഞായിരുന്നു. ബട്ട് അത്രയൊന്നും എടുത്തിട്ടില്ല, 1 മണിക്കൂറേ താഴെ എടുത്തിട്ടുള്ളൂ. കാര്യം നമ്മൾ കയറിയപ്പോൾ 15 മണി കഴിഞ്ഞപ്പോൾ എന്നല്ലേ, 12 മണിയായപ്പോൾ ഞങ്ങൾ മുകളിലെത്തി. 1 മണിക്കൂർ എടുത്തിട്ടില്ല. ജസ്റ്റ് ഇടയ്ക്ക് ഒരിടത്ത് ഒരു 2 മിനിറ്റ് ഇരുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വളരെ സ്ലോ പേസിലാണ് കയറിപ്പോയത്. ഒരുപാട് സ്പീഡൊന്നും കയറില്ല. ആദ്യം കുറച്ച് നേരം മാത്രമേ ഇച്ചിരി സ്പീഡിൽ കയറിയെന്ന് തോന്നുന്നു. ബട്ട് കയറ്റം കയറുന്ന സ്പീഡിന് വലിയ ലിമിറ്റുണ്ടല്ലോ. അപ്പോൾ വലിയ സ്പീഡൊന്നും എടുക്കാതെ 1 മണിക്കൂറിൽ എന്താ പറയുക പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അല്ല അപ്പോൾ അതൊക്കെയാണ് നോക്കി ഒരു മാക്സിമം 1.5 മണിക്കൂർ അതിനുള്ളിൽ മേളിൽ കയറും. അങ്ങനത്തെ ഒരു സ്ഥലം. ഏലഗിരി വരികയാണെങ്കിൽ ഒരു ദിവസത്തിന് ആവശ്യമില്ല, 1/2 ദിവസം കയറി സുന്ദരമായിട്ട് പോവാം. കുറച്ചുകൂടെ നേരത്തെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വെയിലാവുന്നതിന് മുന്നേ കയറാം. രാവിലെ
നല്ലോണം രാവിലെ കയറിയിട്ട് എന്നിട്ട് നമ്മൾ ആ മറ്റേ ഒരു ആടിനെയൊക്കെ കണ്ടില്ലേ ഒരു പാറക്കൂട്ടം അവിടെ പിന്നെ നല്ലോണം സൺറൈസാണ് സൺസെറ്റാണോ ഏതെങ്കിലും ഒന്ന് നല്ലോണം കാണാൻ പറ്റും. സ്ഥലം ഭയങ്കര ആളും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾ ആകപ്പാടെ വന്നപ്പോഴത്തേനും കയറിയപ്പോൾ 2-3 നേരം തിരിച്ചിറങ്ങുന്നുണ്ട്. അതിന് മേളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 4-5 പേര് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആകെ അത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ. പിന്നെ ഈ കയറി വരുന്ന വഴിക്ക് ഇവർ സംഭാരമൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞങ്ങളത് മേടിച്ചില്ല. വയറിൻ്റെ അവസ്ഥ എന്താവും എന്നറിയാത്തതുകൊണ്ട് അത് മേടിക്കാൻ നിന്നില്ല. ഞങ്ങൾ പോകുന്നേ ഉള്ളൂ. വെള്ളം ആവശ്യത്തിന് കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറി. ഇടയിൽ പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ടതിൻ്റെ വലുതായിട്ട് ആവശ്യം വന്നില്ല. മേളിൽ ചെന്നിട്ട് കയ്യിലിരുന്ന് 1-2 കപ്പലിനോട്ടായി കഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്നാക്സ് വേണമെന്നുള്ളത് സ്നാക്സും എടുക്കാം. ഞാനിപ്പോൾ കയറിയത് എനിക്ക് തോന്നുന്നു എൻ്റെ പുറത്തൊരു 5 കിലോ വെയിറ്റും കൂടെ ഉണ്ട് ഈ ബാഗിനകത്ത്. പക്ഷേ എനിക്ക് ആ വെയിറ്റ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ബിക്കോസ് നല്ല ബാഗ് കേട്ടോ. മുമ്പ് ഞാൻ സാറിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ലാപ്ടോപ്പ് ബാഗും പിന്നെ വേറൊരു നോർമൽ നമ്മുടെ സാറിന് എന്താ പറയുക ബാക്ക് പാക്കൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരെണ്ണം കണ്ടപ്പം എന്നാൽ പിന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ 50+10 ലിറ്ററിൻ്റെ സാധനം. ഒരു എന്താ പറയുക ഇത്തിരി വില കൂടുതലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് അത് കൊടുത്ത് മേടിച്ചത്. ബട്ട് വർത്താണ്. ആ സാധനം വർത്താണ്. ഈ എന്താ പറയുക ട്രക്കിംഗ് പോളും വർത്താണ്. ആ ഹൈഡ്രേഷൻ ബാഗും കൊള്ളാം, അടിപൊളി. സോ മൊത്തത്തിൽ ഈ ട്രക്ക് നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് വന്നിട്ട് പോകായിരുന്നു. ബട്ട് എന്താ പറയുക ഈ ഹറിബറി പരിപാടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാവിലെ അവിടെ നിന്ന് 4-4:30 എണീറ്റാണ്. രാത്രി കിടന്നപ്പോഴത്തേനും 10-11 മണിയൊക്കെ ആയി. അപ്പോൾ ആ സമയത്തിനൊക്കെ എണീറ്റിട്ട് ഉറക്കം കളഞ്ഞ് ട്രിപ്പിന് വന്നിച്ച് പിന്നെ ഇനി തിരിച്ച് അത്രയും ദൂരം വീണ്ടും ഓടിക്കണമല്ലോ. അപ്പോൾ ഉറക്കത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഉറക്കം വരിക എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനക്കേട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ റൂം എടുത്തത്. ഇന്നിവിടെ എന്തായാലും ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലാതുകൊണ്ട് റൂമിൽ പോയി കിടന്നുറങ്ങാം. ഇനി ലഞ്ച് കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങാം. എന്നിട്ട് വൈകുന്നേരം വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവുക എന്തെങ്കിലുമൊക്കെ കാണിക്കാം. വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് റൂം എടുത്താണ്. നാളെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ തിരിച്ച് എന്താ പറയുക ചെന്നൈ എത്തും. അങ്ങനെയാണ് അവിടെ ഒരു ലഞ്ചിൻ്റെ ടൈം അല്ല കേട്ടോ, ആക്ച്വലി അതിന് മുന്നേ എത്തും. നാളെ ഞായറാഴ്ച കൂടെ ഉണ്ട്, വഴിയിൽ തിരക്കൊന്നുണ്ടാവില്ല, സ്വാഭാവികം. സോ നമ്മൾ നാളെ രാവിലെ തിരിച്ച് ചെന്നൈയിലെത്തും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആയെത്തി. സോ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്താ പറയുക, അപ്പോൾ അടുത്ത വേറൊരു വ്ളോഗിൽ കൂടെ വീണ്ടും കാണാം. സോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.